ഇന്ന് നമ്മള് മറ്റേ ആട്ടത്തിലൂടെ ലോഞ്ച് ചെയ്ത പ്രഗത്ഭരായ നടന്മാർ. വിനയ് ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പൊ പറയുന്ന ആള് അതിൽ നന്നായിട്ട് കൂടുതൽ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിപ്പോ മലപ്പുറം കേൾപ്പിക്കുകയും ചെയ്തു. ഭീഷണിയാവുന്ന പേടിയുണ്ടോ? എനിക്ക് ഭീഷണിയല്ല, എവിടെയോ തൊഴുത്തി കുത്ത് ഇത്ര ഗംഭീര ഒരു വേഷത്തിൽ വന്നല്ലോ. ഇനി എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ലൈഫ്, എങ്ങനെ ഒരു ആക്ടേഴ്സ് ലൈഫ് ഇവർക്ക് ഉണ്ടാവും എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രയോറിറ്റി. വിനയ്, ആട്ടം സിനിമ കൊണ്ട് തിയേറ്ററിൽ നിന്ന് നേരെ വരിക. ഇപ്പൊ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ റിവ്യൂസ് കാണായിരുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടിരുന്നു, IFFK നല്ല അഭിപ്രായമാണ് കേട്ടത്. ഈ ഇറങ്ങി കഴിഞ്ഞ് ഇപ്പോഴത്തെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എന്താ തോന്നുന്നത്? എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയുന്നത്, സിനിമ അതിന്റെ ഒരു സ്ക്രിപ്റ്റ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, സിനിമ ഗംഭീര സിനിമയായിരിക്കും. പക്ഷെ ഇത് ഇത്ര കമേഴ്ഷ്യൽ സ്പേസിലേക്കുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഇതൊരു 100% മറ്റേ എൻഗേജിങ് സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഇത് എല്ലാ ഗ്രൂപ്പിനും ഒരു മൈനോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സിനിമ, അല്ലെങ്കിൽ ഒരു സീരിയസ് ഫിലിം വ്യൂവേഴ്സിന്റെ സിനിമ അല്ലാണ്ട് എല്ലാത്തരം ഓഡിയൻസിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇന്നത്തെ ഹാപ്പിനെസ് എന്ന് പറയാൻ വേണ്ടി ഹൗസ്ഫുൾ ഷോസ് തന്നെയാണ്. തിയേറ്ററിന്റെ ഓഡിയൻസിലേക്ക് വരികയും ഇപ്പൊ ഇന്ന് രാത്രിത്തെ ഷോസ് മുഴുവൻ ഹൗസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും കാര്യം. ഇനി രാവിലെ ഷോസ് കുറച്ച് ഇങ്ങനെ ആളുകളുടെ നമ്പേഴ്സ് കുറവെന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വൈകിട്ട് മുതലുള്ള ഷോസ് ഹൗസ്ഫുൾ ആകുന്നുണ്ട്. ഈ സിനിമയുടെ പൂർണ്ണത നമ്മൾ കാണുന്നത് ഇത് കോമൺ മാൻ തിയേറ്ററിൽ വന്നിട്ട് ഇതൊരു കമേഴ്ഷ്യൽ സക്സസ് ആകുമ്പോഴാണ്. ഒരു തീർച്ചയായിട്ടും ഒരു കമേഴ്ഷ്യൽ സിനിമ കൂടിയാണ്. അപ്പൊ ആ ഒരു ആസ്പെക്റ്റില് ഞാനും ഞങ്ങളുടെ ടീമും സൂപ്പർ ഹാപ്പിയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ലോകധർമ്മിയിലാണല്ലോ. അപ്പം ഈ നാടക കേന്ദ്രത്തിൽ ഒരുമിച്ച് 10-20 വർഷമായിട്ട് അല്ലെ ഒരുമിച്ച് പ്രവർത്തിച്ച് നാടകം കളിച്ചവര്, അവരുടെ സിനിമാ മോഹമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. അവരുടെ ഒരു ലോഞ്ച് എന്ന് പറയാം, ആ ടീമുണ്ടല്ലേ. ഇന്ന് നമ്മള് മറ്റേ ആട്ടത്തിലൂടെ ലോഞ്ച് ചെയ്ത പ്രഗത്ഭരായ നടന്മാർ, അഭിനേതാക്കൾ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇവര് ഇത്രയും നാൾ എവിടെയായിരുന്നു. അതെ, ഞാനും സിനിമ അതാ ചോദിച്ചത്. ഞാൻ അത് ഓക്കെയാണ്, ഇത്ര നാള് എവിടെയായിരുന്നു എന്നുള്ളത് ഓക്കെയാണ്. ഇനി ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലെങ്കിൽ ഇത്ര ഗംഭീര ഒരു വേഷത്തിൽ വന്നല്ലോ, ഇനി എങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ലൈഫ്, എങ്ങനെ ഒരു ആക്ടേഴ്സ് ലൈഫ് ഇവർക്ക് ഉണ്ടാവും എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രയോറിറ്റി. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവനോട് റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റിവ്യൂ ചെയ്യുന്ന ആള് ചോദിക്കുന്നുണ്ട് വിനയ് ഫോട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ പറയുന്ന ആള് അതിൽ നന്നായിട്ട് കൂടുതൽ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട്. അതിപ്പോ മലപ്പുറം കേൾപ്പിക്കുകയും ചെയ്തു. ഭീഷണിയാവുന്ന പേടിയുണ്ടോ? എനിക്ക് ഭീഷണിയല്ല, എവിടെയോ തൊഴുത്തി കുത്ത്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ നമ്മളെ മുതിർന്ന ആള് അല്ലെ, പൊസിഷൻ കൊണ്ട് മുതിർന്ന ആള് മദനൻ ചേട്ടനാണ്. മദനൻ ചേട്ടനെ തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആള് ഞങ്ങളുടെ കൂട്ടത്തിൽ സെൽവൻ ചേട്ടനാണ്. പക്ഷെ സിനിമയിൽ നമ്മൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും ഒരു മീറ്റിംഗ് വിളിച്ച് തീരുമാനങ്ങൾ അറിയിക്കുന്നതും മദൻ ചേട്ടന്റെ വിശേഷങ്ങൾ ആദ്യം ചോദിച്ചിട്ട് ബാക്കിയുള്ളവരിലേക്ക് പോവാം. ഗ്രൂപ്പിലെ ഒരു എന്താ പറയാ, ഭയങ്കര സ്ട്രോങ് ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള ഒരാള് അല്ലെ മദനൻ ചേട്ടൻ. മദനൻ ചേട്ടൻ പറഞ്ഞാൽ എല്ലാരും കേൾക്കും. നമ്മുടെ ഗ്രൂപ്പിലെ സമ്പന്നനാണ്. ആ, ശരിയാ. അതെ, ജേർണലിസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു പറയുന്ന ബാക്കി എല്ലാരും ദാരിദ്ര്യരാക്കി താഴെ ഗ്രൂപ്പിലെ ഏറ്റവും സമ്പന്നനാണ്. ഇനി പറഞ്ഞ പോലെ വിനയേക്കാൾ നന്നായി കിംവദന്തികൾ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ തമാശ പറഞ്ഞിട്ടില്ല, സീരിയസ് എടുക്കല്ലേ. അത് ഈ ഗ്രൂപ്പിന്റെ ടോട്ടൽ പെർഫോമൻസ് നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇല്ലയാണ്. കാരണം ഞാനൊരു ഒറ്റ ഇൻസിഡന്റ് എനിക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡേ എടുത്തത് ടേബിൾ സീക്വൻസ് ആണ്. അത് കുറച്ച് നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ടാണ്. പിറ്റേ ദിവസം അന്ന് വൈകുന്നേരത്തെ ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ പോയി കുറച്ച് കഴിഞ്ഞ് രാത്രി പിറ്റേ ദിവസം രാവിലെ വന്നാണെന്ന് പറഞ്ഞു, ചേട്ടാ വിനയന്റെ കൂടെയുള്ള നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെയുള്ള ഷോട്ടാണ്, എല്ലാരും വിളിക്കുന്ന സീൻ. പെട്ടെന്ന് ഞാനങ്ങ് ഡൗൺ ആയി പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റണ്ടായി. ആനന്ദമാകെ പ്രശ്നമായി. പെട്ടെന്നൊരു എനർജി തരുന്നതാണ് ഈ മനുഷ്യൻ. പിന്നെ ഒന്ന് ഞങ്ങള് എത്ര വർഷങ്ങളായിട്ടുള്ള കണക്ഷനാണല്ലോ. പിന്നെ ഇവരെല്ലാവരും നല്ല പൊട്ടൻഷ്യൽ ആക്ടേഴ്സ് തന്നെ. ആനന്ദന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ കാണുമ്പോൾ ഒരാൾ ഡയലോഗ് പറയുന്ന പോലെ ഫീൽ ചെയ്തു, ലൈഫ് നാച്ചുറൽ ആവുന്നതിന്റെ അപ്പുറത്തേക്ക്
ഇപ്പൊ ഷെമിന് ഞാനും ഡയലോഗ് പറയുന്നു. ഇപ്പൊ ലൈഫിൽ ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് ഷെമിൻ പറയുന്നുണ്ട്. അതെ. അത് പറയാനുള്ള സ്പേസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ഈ ആനന്ദ് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ 10 പേരെയും ഫോട്ടോ വെച്ചിട്ട് ഓരോരുത്തർക്കും ഡയലോഗ് എഴുതുകയാണ്. ഓക്കെ. അത്രമാത്രം ഡെമോക്രാറ്റിക് ആണ് അയാളുടെ പ്രോസസ്. ടോട്ടൽ സിനിമ. അതെ, നമുക്ക് ഒരാൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പോലും തോന്നില്ല. പിന്നെ എല്ലാവരും ജീവിക്കാണ്, നമ്മൾ നിങ്ങളുടെ കൂടെ ആ റൂമിലുണ്ട്, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതാണ് ഇതിന്റെ ഒരു ഗുണമായിട്ട്. ഇടക്ക് നിങ്ങള് നമ്മളിൽപ്പെട്ട ആളുകളായി മാറുകയും ചെയ്യും. തീർച്ചയായിട്ടും. ചില കഥാപാത്രങ്ങളായി മാറുകയും ചെയ്യും. അതെ, തീർച്ചയായിട്ടും മാറും. ഞാനിപ്പോ ആലോചിക്കുമ്പോ ശരിക്കും എന്ത് ക്രൂവലാണെന്ന് അറിയും. ഒരു ഫിലിം മേക്കറിനോട്, ഒരു റൈറ്ററിനോട് നമ്മൾ പറയാണ്, നമ്മളെ വളരെ സ്വാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമല്ലോ, ഈ 9 പേർക്ക് വേണ്ടിട്ട് നീ തിരക്കഥ എഴുതാൻ പറയുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ പറഞ്ഞു എന്നെ ചെരുപ്പൂരി അടിച്ചു. കാര്യം അങ്ങനെയല്ലല്ലോ സിനിമ. ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവസരം കിട്ടാൻ പോകുന്ന ആർക്കായിരിക്കും അറിയാം. എന്റെ ഒരു ഇൻക്യൂഷൻ ഇദ്ദേഹത്തിന്. കാര്യം ഇദ്ദേഹത്തിന്റെ ഒരു രൂപം വെച്ചിട്ട് എവിടെയും പ്ലേസ് ചെയ്യാൻ പറ്റും. എവിടെയും. ബാങ്കിലെ മറ്റേ മാനേജർ ആക്കാം, രാഷ്ട്രീയക്കാരനാക്കാം ചെയ്തിട്ടുണ്ട്. അതല്ലേ നന്ദൻ വിളിച്ചോണ്ട് പോയിട്ടുണ്ട് ഓക്കെ ഓക്കെ. ഒരു ഷോർട്ട് ഫിലിം പൊളിറ്റീഷ്യനായി ചാനൽ ഡിബേറ്റ്. ഓക്കെ ഓക്കെ. ഇങ്ങനെ ഒരു ഭയങ്കര സാധ്യതയുള്ള ഒരു ആളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടീമിനെ വിളിച്ചാൽ. കൂട്ടത്തിലെ സീനിയേഴ്സ് അല്ലേ അജി ചേട്ടനും സെൽവൻ ചേട്ടനും. സെൽവൻ ചേട്ടൻ ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും. അങ്ങനെയല്ല, സീരിയസ് അല്ല, ഞാൻ വളരെ ലളിതമായ മനുഷ്യനാണ്. സീരിയസ് ഒന്നും. സെൽവൻ ചേട്ടാ ചിരിക്കാത്ത എന്താ ചോദിക്കുമ്പോഴാണ് ചിരിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഗൗരവത്തിരിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് തോന്നുന്നു. അതെല്ലേ, പിന്നെ എന്തെങ്കിലും സംസാരിക്കുന്ന സ്ഥലം ഞാൻ ഇങ്ങനെ കേൾക്കും. തീരെ താല്പര്യമില്ല. അങ്ങനെയൊക്കെ നിൽക്കും. പക്ഷെ സെൽവൻ ചേട്ടാ ഭയങ്കര ജോബിയലായിട്ടുള്ള ആളാണ്. അതെല്ലേ. നാടകം അല്ലാണ്ട് വേറെന്താ ചെയ്യണേ? ഞാൻ ജീവിതത്തിൽ ഓട്ടോ ഡ്രൈവറായി, പിന്നെ ഒരു 25 കൊല്ലം ചോട്ടുതൊഴിലാളിയായി. അതെയോ? വീണ്ടും ഇപ്പൊ ഓട്ടോ ഡ്രൈവറായി. ഓക്കെ. അപ്പൊ ലോഡിങ്ങിനൊക്കെ പോകുമ്പോഴും നാടകം ചെയ്യുന്നുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. കാരണം നാടകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാടകം ജോലി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് പോരും. അല്ല, അപ്പൊ ജോലി കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്ന് പിന്നെ റിഹേഴ്സൽ ചെയ്യാനൊക്കെ ഉള്ളൊരു എനർജി ഉണ്ടല്ലേ? പിന്നെ അതാണല്ലോ, നാടകം ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് നമുക്ക് ക്ഷീണമില്ല, നമ്മൾ വരും. ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഫിസിക്കലി ഏറ്റവും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആള് സെൽവൻ ചേട്ടനാണ് ഈ പ്രായത്തിലും. സെൽവൻ ചേട്ടൻ 62 വയസ്സായി. അപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സെൽവൻ ചേട്ടൻ ഇന്നിപ്പോ കേരളത്തിലുള്ള ഏറ്റവും മികച്ച ഫിസിക്കൽ തിയേറ്റർ അല്ലെങ്കിൽ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് സെൽവൻ ചേട്ടൻ. 60 ദിവസം വരെ ലോഡിങ് അൺലോഡിങ് ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഓട്ടോ ഓടിക്കുകയാണ്. സെൽവൻ ചേട്ടന്റെ ക്വാളിറ്റിയുള്ള ഒരു ആക്ടർ. അപ്പൊ ആട്ടം എന്ന് പറയുന്ന സിനിമ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിയതിനു ശേഷം സെൽവൻ ചേട്ടൻ ഓട്ടോ ഓടിക്കേണ്ട ഒരു അവസ്ഥ വരാണ്ട് സിനിമകൾ ചെയ്ത് അഭിനയിച്ച് നാടകത്തിൽ അഭിനയിച്ചിട്ടൊക്കെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇക്കാലം അത്രയും സെൽവൻ ചേട്ടൻ അല്ലാണ്ട് വേറൊരാളെ നായകൻ നടാനാൻ പുള്ളി സമ്മതിച്ചിട്ടില്ല. ഏത് നാടകം വന്നു കഴിഞ്ഞാലും ഞാനൊക്കെ മറ്റേതാണ് പിടിച്ചിട്ട് ബാക്കി ലീഡറോട് മുഴുവൻ സെൽവൻ ചേട്ടനായി. അങ്ങനല്ല, അല്ല അതില്ല, അതുകൊണ്ടല്ല. വെച്ചാൽ ഈ എന്നെ സംബന്ധിച്ച് നമ്മളിപ്പോ ഞാൻ ജോലി സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വഴക്കേട്ടേക്കുന്ന ആള് ഞാനാണ്. എന്താ വെച്ചാൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈകിട്ട് റിഹേഴ്സൽ ഉണ്ടാവും നാടകത്തിന്റെ. അപ്പൊ ഡയലോഗ് പഠിച്ചിട്ട് വരണമെന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡയലോഗ് പഠിക്കണം. അപ്പൊ അതിന് രാവിലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഹോംവർക്ക് ഒക്കെ ചെയ്തിട്ടായിരിക്കും ജോലി സ്ഥലത്ത് വരണത്. അപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡയലോഗ് പറയും. ചിലപ്പോൾ ഈ ബീവറേജിന്റെ അകത്താണ്, അപ്പൊ കേസൊക്കെ തലവെച്ച് ചുവന്നുകൊണ്ട് പോകണമായിരിക്കും. ചുവന്നുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അവിടെ വണ്ടിയിൽ കൊടുക്കണ്ടാണെങ്കിൽ ചിലപ്പോൾ അതുകുറ്റൻ അങ്ങ് പോകും. അപ്പൊ വിളിക്കും, ചേട്ടോ എവിടെ പോകണമെന്ന് ചോദിക്കും. ഈ സിനിമ വന്നപ്പോഴത്തേക്കും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ നാടകക്കാരെ അഭിനയിക്കുമ്പോഴത്തേക്കും ആൾക്കാർ പറയാം, അവൻ വിളിക്കണ്ടേട്ടാ നാടകം ഇരിക്കുന്നു, നമുക്ക് തലവേദന ഇരിക്കുന്നു പറയും. അപ്പൊ അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ നാടകമില്ലാതെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ഇപ്പൊ പറഞ്ഞത്, ചേട്ടാ നമുക്ക് നാടകം ഇല്ലാതെ നമുക്ക് ചെയ്യാം. വീട്ടിലാരാ? എന്റെ വീട്ടില് ഞാൻ, എന്റെ വൈഫ്, എന്റെ മോൻ, ചേച്ചി. മോൻ സിനിമ ഉണ്ടോ? ആ സിനിമ ഉണ്ട്, ഒരുമിച്ചുണ്ടായിരുന്നു. അവന് ഇഷ്ടപ്പെട്ടു. അവന് 23-ാമത്തെ വയസ്സ് പഠിക്കണതാണ്. വൈഫ് ഒരു ടീച്ചറാണ്. അവർ കാലടി ശ്രീശങ്കര യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ലീല അവരവിടെ പഠിപ്പിക്കണതാണ്. ചെറിയ വീട്, കുഞ്ഞു വീട്. അജിച്ചേട്ടാ, ഈ സിനിമ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും. അതെ, ആ ക്യാരക്ടറിന്റെ പ്രത്യേകത കൊണ്ടും. പക്ഷെ ഒരു ഘട്ടത്തിൽ നിന്ന് ദേഷ്യവും തോന്നും. അതിപ്പോ പറഞ്ഞ സിനിമ എങ്ങനെയുണ്ട്? സിനിമയിൽ അഭിനയിച്ചു, ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായി. ഇപ്പൊ എന്താ തോന്നുന്നത്? സിനിമ ആളുകൾക്ക് ഇഷ്ടമായി എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നു. വളരെ കാലമായിട്ടൊരു നല്ല സിനിമയുടെ ചെറിയ ഭാഗമാകുക എന്നതായിരുന്നു ആഗ്രഹം. പക്ഷെ ഒരു നല്ല സിനിമയുടെ വലിയ ഭാഗം ആകാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ സന്തോഷം തരുന്നൊരു ഏർപ്പാടാണ്. സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും സിനിമാക്കാരെയൊക്കെ സമീപിച്ചിട്ടൊക്കെ ഉണ്ടോ?
ഞങ്ങൾ ഈ ഓഡീഷനൊക്കെ പോയിട്ടുണ്ട്. ആണല്ലേ? ഓഡീഷൻ പോയി ചിലത് പരാജയപ്പെടും, ചിലത് നിർത്തില്ല. നാടകക്കാരെന്ന് കേൾക്കുമ്പോൾ അവരും മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അന്നൊരു വേറെ ഒരു സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു വേഷം കിട്ടിയ ഒരു പോലീസുകാരൻ്റെ വേഷം ഞാൻ ചെയ്തു. ഈ ആട്ടം തിയേറ്ററിൽ കണ്ടല്ലോ, അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ 10-35 ദിവസം വർക്ക്ഷോപ്പ് ഒക്കെ കഴിഞ്ഞ് അത് സ്ക്രീനിൽ മുഴുവനായിട്ട് സിനിമ കാണുക. അപ്പൊ നമുക്ക് തോന്നിയ അല്ലാത്ത പല സ്ഥലങ്ങളിലും ഭയങ്കര ട്രിഗറിങ് ആണ്. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആ സിനിമ കണ്ടപ്പം എന്താ തോന്നുന്നത്? കൂടുതൽ ഈ എൻജോയ് ചെയ്തത് തിരുവനന്തപുരത്ത് IFFKയിലെ ടാഗോർ തിയേറ്ററിൽ, ആ തിയേറ്ററിൽ കാണുമ്പോഴായിരുന്നു. അവരോടൊപ്പം മലയാളി പ്രേക്ഷകരായിരുന്നു ഭൂരിഭാഗം. അവരോടൊപ്പം സിനിമ എന്ന് കാണുമ്പോഴത്തേക്കും ഓരോ ഡയലോഗിനും കൈയടി, ഓരോ ആക്ടേഴ്സിന്റെ ഭാഗം നിന്നുകൊണ്ടാണ് ഓരോരുത്തർ കൈയടിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് കൈയടിക്കുന്നത് വേറെ, ചെലവച്ചേൻ്റെ ഭാഗത്ത് നിന്ന് വേറെ കൈയടി വരും. അപ്പോൾ ഓരോ ഭാഗത്തു നിന്നായിരുന്നു കൈയടി. അത് കേൾക്കുമ്പോൾ സന്തോഷം. നമ്മുടെ കഥാപാത്രത്തിന് ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്നുണ്ട്, പെയിന്റിംഗ് ആണ് ജോലി. അപ്പൊ ഇപ്പം പറ്റുമോ ചെയ്യാൻ? കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ അത്ര വയ്യായികയൊക്കെ ഉണ്ട്, പണിക്ക് പോകാതെ പറ്റില്ല. അതെല്ലേ? എവിടെ വീട്? എവിടെ? വീട് തിരുവാങ്കുളം. ഇപ്പോ ഇങ്ങനൊരു സിനിമ ചെയ്തതിന്റെ കോൺഫിഡൻസ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഇവര് സ്റ്റേജിൽ നിന്ന് ആളുകളോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു തുടർച്ചയായിരിക്കണം ഇനി മുന്നോട്ടുള്ള ജീവിതം. തീർച്ചയായിട്ടും. അപ്പൊ നല്ല കഥാപാത്രങ്ങൾ രണ്ടുപേർക്കും കിട്ടട്ടെ. ഇനി ഒരുപാട് സിനിമകൾ വരട്ടെ. ഇത് കണ്ടിട്ട് കുറെ പേര് വിളിക്കട്ടെ. നാക്ക് പൊന്നാവട്ടെ. സനോഷും നന്ദനും ഈ ക്യാരക്ടേഴ്സിന്റെ അതേ പേരാണ് സിനിമയിലും പേരല്ലേ? ജോലിയും ഏകദേശം ഒക്കെ അതുപോലെ തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഇവന് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. സിനിമയിലും ഞങ്ങൾക്ക് ജോലി മനസ്സിലായി. സനോഷിന് സിനിമയിലെ ഡ്രൈവറാണ്. ഞാൻ ജീവിതത്തിലും ഡ്രൈവറായിരുന്നു. പണ്ട് എന്തോ ഡ്രൈവിംഗ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവൻ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അതല്ലാണ്ട് വേറെ ജോലി ഇല്ല. ഇപ്പൊ സിനിമ തന്നെയാണ് 13 വർഷമായിട്ട്. അപ്പം ജീവിക്കാനുള്ള സിനിമ കിട്ടുന്നുണ്ട്, വേറെ പണിക്ക് പോകേണ്ട ആവശ്യമില്ല. അമ്പലത്തിലല്ലേ? എന്താ ജോലി അമ്പലത്തില്? ഓക്കെ. ഞങ്ങളെ ഗ്രൂപ്പിലും ഈ പുള്ളി മറ്റേ ആസ്ഥാന നടനൊന്നുമല്ല. ഗ്രൂപ്പ് നാടകം കളിക്കുമ്പോഴും ഇവൻ ചെണ്ട പെർക്കഷനിസ്റ്റ് ആണ്, ബേസിക്കലി മ്യൂസീഷ്യനാണ്. അപ്പൊ ആനന്ദിന്റെ ധൈര്യമാണ്. ഇവ കുഞ്ഞു കുഞ്ഞു വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്ര വലിയൊരു കഥാപാത്രം ഇവനെയൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ. പിന്നെ ആനന്ദിന് വേറൊരു പരിപാടിയുണ്ട്. ഞാൻ ലൈഫിൽ തന്നെ കണ്ടിട്ടുള്ള ഏറ്റവും നന്മയുള്ള, ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനുള്ള ഒരാളെ. അപ്പോ ഈ ടൂൾ ഇവൻ വിദഗ്ധമായിട്ട് ഉപയോഗിക്കും, ഇപ്പോഴും എപ്പോഴും. അപ്പൊ അങ്ങനെ ആനന്ദമായി കഴിഞ്ഞാൽ ഇവനോട് കുറച്ച് ബയസ്ഡ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഇവൻ ഇതിലേക്ക് വരികയും. പക്ഷെ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ 2 ആളുകളുടെ പെർഫോമൻസ് ആണ്. എല്ലാവരും നല്ലതാണ്. ഒന്ന് ഇവന്റെ, ഒന്ന് ജോളിയുടെ. ഇവർ രണ്ടുപേരും നോൺ ആക്ടേഴ്സ് ആണ്. ജോളി ലൈറ്റ് ഡിസൈനർ ആണ് ബേസിക്കലി. കാര്യമായിട്ടൊന്നുമില്ല. അത് നിവൃത്തിയായിട്ടില്ല അഭിനയിക്കും എന്ന് പറയുന്ന പോലത്തെ നടന്മാരാ. പക്ഷെ ഇവര് നോൺ ആക്ടേഴ്സ് അഭിനയിക്കുമ്പോൾ വേറൊരു സാധനമുണ്ട്. അത് കുറച്ച് എനിക്ക് ഇവര് ചെയ്ത് കുറച്ചും കൂടി റിയൽ ആയിട്ട് ഫീൽ ചെയ്തു. അതെ, ഭയങ്കര രസമായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമാക്സിനോ അടുത്തൊരു ഘട്ടത്തിൽ ചില ഇടപെടലൊക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ കള്ളി വെളിച്ചത്താകുന്ന സമയങ്ങളിലൊക്കെ. അവിടെയൊക്കെ ഭയങ്കര ഒറിജിനൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചു. അതിന്റെ കണ്ടന്റ് പോകരുത്, നീ നിന്റെ ഭാഷയിൽ സംസാരിച്ചു. അപ്പൊ നമുക്ക് ഡയലോഗ് ഓർത്തിരിക്കേണ്ട ടെൻഷൻ ഇല്ല, ആ സാധനം ഉള്ളിലുണ്ട്. അങ്ങനെ ചെയ്താണ്. ഈ തിയേറ്ററിലെ സ്വന്തം മുഖം കണ്ടപ്പോഴേ ആൾക്കാരെല്ലാരും സിനിമ കഴിഞ്ഞ് നല്ലത് പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്താ തോന്നുന്നേ? പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ, സന്തോഷമാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാധനം. അതെ, അതും സിനിമയിൽ ത്രൂ ഔട്ട് വേഷം, വളരെ വലിയ വേഷം. ഇപ്പൊ വീട്ടില് കുടുംബം കണ്ടിട്ടും വളരെ നല്ല അഭിപ്രായമാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അതെ അല്ലേ? വീട്ടിൽ ആരൊക്കെയുള്ള? അമ്മയുണ്ട്, വൈഫുണ്ട്, മോനുണ്ട്, പിന്നെ തൊട്ടപ്പുറത്തൊരു ചേട്ടനും വൈഫും കുട്ടികളുണ്ട്. നന്ദൻ പറ, സിനിമയെ കുറിച്ച് പറ. ഭയങ്കര സന്തോഷം. ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ലെങ്തി റോള് എനിക്ക് ആദ്യമായിട്ടാണ്. അത് നമ്മുടെ ഒരു ഫാമിലി അല്ലെങ്കിൽ നമ്മൾ അത്രയും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷം. ഫാമിലി എല്ലാവരും, ഫ്രണ്ട്സ് എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല ക്യാരക്ടറാന്ന് പറഞ്ഞു, നല്ലോണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാം ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു സിനിമയില്. ഇപ്പൊ ഞാനും ഇവരും കൂടെയുള്ള സീക്വൻസ് ഉണ്ടല്ലോ, അപ്പൊ മറ്റേ പൊട്ടിത്തെറികൾ നടക്കുമ്പോൾ അപ്പൊ ഞാൻ ഒരു ആക്ടറായി ഞാൻ ഇങ്ങനെ മാറി നിന്നിട്ട് ഇവൻ ചെയ്തോണ്ടിരിക്കുകയാണ്, ഇവന്റെ കയ്യിലാണ് ബോള്. അപ്പൊ ഇവൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണാണ്. ഞാനൊരു നിമിഷം എന്റെ ക്യാരക്ടറും പരിപാടിയൊക്കെ പോയിട്ട് ഞാൻ ഇവനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. അതായത് ഇവൻ അത്ര ഭംഗിയായിട്ട് ആ സീൻ പുൾ ഓഫ് ചെയ്തു, ഗംഭീരമായിട്ട് ഇവൻ സീൻ പുൾ ഓഫ് ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ വരുന്നതിന് മുമ്പ് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, പക്ഷെ ഇതുവരെ നന്ദന്റെ ടാലന്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നന്ദന് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞപ്പോ അവന് ഈ ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സിനിമയുടെ ഏറ്റവും വലിയ സന്തോഷം ഈ പറയുന്ന 9 പേര് ലോഞ്ച് ചെയ്യപ്പെട്ടു. പിന്നെ നന്ദന്റെ എന്തോ ഒരു വഷളത്തരം പറയാണ്ടെന്ന് പറഞ്ഞില്ല, അതെന്താ? ഒന്നുമില്ല, വഷളത്തരമൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ തമാശ. ഇവൻ ഭയങ്കര നന്മ കൂടിയ ആളാണ്. നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
മറ്റേ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പറയുന്ന പോലെ കുറെ ഒരു എൻ്റെ ഒരു ഇതുണ്ട്, ഞാൻ 1 man ഷോ ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. അതില് ഇങ്ങനെ നന്ദൻ കഥകൾ, പ്രശാന്ത് കഥകൾ, സനോഷിന്റെ ഉണ്ട് 1-2 അങ്ങനെയുള്ള കുറച്ച് കഥകളുണ്ട്. അത് ഫ്ലോപ്പ് ആവും മിക്കവാറും. ഫ്ലോപ്പ് അല്ല, അത് സൂപ്പർ ഹിറ്റ് ആവും. വിനയ് ആസ് ആൻ ആക്ടർ എന്താ തോന്നുന്നത്? അടിപൊളിയാണ്. ആണോ? പറയാല്ല, അല്ല നല്ല ഗംഭീര. വിനയുടെ ഒരു കഴിവ്, ഇവന്റെ കഴിവ് അനുസരിച്ചുള്ള ഇനിയും കൊടുക്കാറുണ്ട് ആളുകൾ. അത്രയ്ക്ക് നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്ന നല്ല പെർഫോമറാണ്. നല്ല പരിപാടികളൊക്കെ ഇനി ചിലപ്പോ ഇനി മുന്നോട്ട് വരും. ഇഷ്ടപ്പെട്ട സിനിമ തമാശ, പിന്നെ പ്രേമം, പിന്നെ എനിക്ക് ആദ്യത്തെ പടം എനിക്ക് ഇഷ്ടം ഋതു. അപ്പൊ നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. ജോളി ചേട്ടൻ, പ്രശാന്ത്, സുധീർ അല്ലേ? ജോളി ചേട്ടൻ നടനല്ല അല്ലേ? ഐ മീൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, വളരെ കുറവാണ് ടെക്നിക്കൽ സൈഡില. പക്ഷെ സിനിമയിൽ സൂപ്പർ ആയിരുന്നു. ആദ്യം വിചാരിച്ചൊരു പാവ മനുഷ്യൻ, പിന്നെയാണ് നിങ്ങളുടെ ആ ഒരു ഇത് കൂടി വരുന്നത്, ഗ്രേഡ് കൂടി വരുന്നത്. നല്ല രസമായി ചെയ്തു. അഭിനയിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നു? ആദ്യമായിട്ടാണ് ഒരു ക്യാമറയുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നോക്കിയപ്പോഴത്തേക്കും കൂടെയുള്ളവർ, ഇത്രയും വർഷം കൂടെയുള്ളവർ, ഡയറക്ടർ ആണെങ്കിലും എല്ലാവരുമായിട്ട് നല്ല കൂട്ടുകാരും. അപ്പോൾ ആനന്ദ് നമ്മളതിന് അനുസരിച്ച് സഹായിച്ചു എന്നുള്ളതാണ്. സ്ക്രീനിൽ കണ്ടപ്പോൾ എന്ത് തോന്നി? സ്ക്രീനിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മുഖം ഇങ്ങനെ വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷം. അത് നമ്മൾ ഒരു തിയേറ്ററിൽ പോയിട്ട് ഒരാൾക്ക് നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, നമ്മളെ തന്നെ നമ്മളിങ്ങനെ കാണും എന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സ്വപ്നം കണ്ടിട്ടില്ല, പക്ഷെ അതാണ് അവിടെ ഇല്ല. പക്ഷെ അതാണ് അവിടെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വലിയൊരു സ്ക്രീനിൽ വന്ന് നിൽക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കും അപ്പൊ ഇനി അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ? പുതിയതായിട്ട് കിട്ടിയൊരു സ്വപ്നമാണ് ഇപ്പൊ അത്. തീർച്ചയായും. സുധീരേട്ടാ, നിങ്ങൾ ഭയങ്കര സീരിയസ് ആണ്, ഒരു അധ്യാപകനാണ്, പിന്നെ കുറച്ച് സദാചാരവാദിയാണ്. അല്ല, സിനിമയില് പേടിച്ചു പോയോ? ഞാൻ ഒരിക്കലും സദാചാരവാദിയല്ല. അല്ല, അതാണ് ചോദിക്കാൻ വന്നേ. റിയൽ ലൈഫ് ക്യാരക്ടറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സദാചാരവാദിയല്ല. അല്ല. അധ്യാപകൻ തന്നെയല്ലേ? അധ്യാപകൻ തന്നെയാണ്. ഞാൻ പഠിച്ചത് തിയേറ്ററാണ്, പഠിപ്പിക്കുന്നതും തിയേറ്ററാണ്. എവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ രാജഗിരി, കളമശ്ശേരി രാജഗിരി സ്കൂളിൽ അധ്യാപകനായിരുന്നു. ഇപ്പം ഞാൻ ജോലി റിസൈൻ ചെയ്തു. പക്ഷേ ഞാനിപ്പോൾ അവിടെ ഗസ്റ്റായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ബേസിക്കലി ഞാനൊരു അഭിനയമോഹിയൊന്നുമല്ല. ആനന്ദ് എന്നെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ആനോട് പറഞ്ഞത് എന്നെ കാസ്റ്റ് ചെയ്യേണ്ടതാണ് പറഞ്ഞത്. ഞാൻ അഭിനയമോഹി അല്ലാത്തതുകൊണ്ട്. കാരണം ഞാൻ ആനന്ദോടെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, എന്നെ കാസ്റ്റ് ചെയ്യേണ്ട, പകരം നമ്മുടെ കൂട്ടത്തിൽ വേറെയും ആൾക്കാരുണ്ട്. അവരുടെ ഒരാൾക്ക് അഭിനയമോഹികളായിട്ടുള്ള അവസരം അന്വേഷിച്ച് നടക്കുന്ന വേറെ ആൾക്കാരുണ്ട്. പക്ഷെ ആനന്ദ് സമ്മതിച്ചില്ല. കാരണം ഇത് സുധീരേട്ടൻ തന്നെ ചെയ്യേണ്ട ക്യാരക്ടറാണ്. സുധീരേട്ടനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ക്യാരക്ടർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരുന്നത് എല്ലാം ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുന്നൊരു രീതിയാണ്. അങ്ങോട്ട് ചെന്നൊന്നും അന്വേഷിച്ചിട്ട് ഇന്നേ വരെ ചാൻസ് ചോദിച്ചിട്ടില്ല. ഇനി അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനൊരു അഭിനയമോഹിയാണ്. ഇനി കാണുന്നവരോടൊക്കെ അവസരം ചോദിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷെ എന്തോ ചാൻസ് ചോദിക്കാൻ വരെ ചമ്മലാണ്. ഈ കണ്ടിട്ട് വിളിക്കട്ടെ ആളുകളെ. കാരണം ഇപ്പൊ പറഞ്ഞല്ലോ, വേറെ ആളെ വിളിക്കുന്നു പറഞ്ഞു എന്നൊക്കെ. പക്ഷെ സിനിമ കാണുമ്പോൾ നിങ്ങളാണത്, അതിന് വേണ്ടത് നിങ്ങളാണെന്ന് തോന്നും. അതുപോലെയാണ് ആ ക്യാരക്ടർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സ്വദേശി ഇവിടെ തന്നെ? എറണാകുളം തന്നെയാണ്. ജോൾസേന്റെ വീട് എവിടെയാ? എറണാകുളം തന്നെ. എറണാകുളത്ത് എവിടെ? ഞാൻ പാലാരിവട്ടമായിരുന്നു സ്വദേശം. ഇപ്പൊ ഒരു 8-10 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ വരാപ്പുഴ നീർക്കോട് എന്നുള്ള സ്ഥലത്താണ്. എനിക്ക് ഫ്ലോറിങ്ങിന്റെ വർക്ക്, ടൈൽസിന്റെ വർക്ക്. അത് സിനിമയിൽ പറയേണ്ടത്. പ്ലംബിംഗ് അത് മറ്റേ ഒരു പുറത്തു വെച്ചുള്ള ഡിസ്കഷൻസിൽ പറയണല്ലേ. ഞാൻ ഈ പ്ലംബിംഗ് വർക്കും ടൈൽ പണിക്കും നടന്നിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? പ്രശാന്ത് കാറിനുണ്ടാക്കി സിഗരറ്റ് വലിക്കാൻ പോകുന്ന ആള് നല്ല രസമായി ചെയ്തു. പ്രണയം അതൊക്കെ ഫീൽ ചെയ്യിപ്പിച്ചു, നന്നായി ചെയ്തു. എങ്ങനെയായിരുന്നു ക്യാരക്ടർ? ഇഷ്ടമായിരുന്നു? ക്യാരക്ടർ ഇഷ്ടപ്പെടേണ്ടി വന്നു. അത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാനതിനെ പരിചയപ്പെടുന്നത്. കാരണം ലോകതരമിലൊരു ആ സമയം തൊട്ട് ആനന്ദ് ഞങ്ങളെല്ലാവരും അറിയാം, എന്നെ അറിയാം. അപ്പൊ എന്നെ ഇങ്ങനെ ഇടക്കിടക്ക് തന്നെ വെച്ചിട്ട് എനിക്ക് ക്യാരക്ടർ അന്ന് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ വലുതാകട്ടെ, ഞാൻ തന്നെ വെച്ചൊരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെ ഭയങ്കര തമാശക്ക് പറയാം. നമ്മൾ തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെ അതിപ്പോ അത് റിയലായിട്ട് സംഭവിച്ചു. അപ്പൊ ഞാനിങ്ങനെ ക്യാരക്ടറൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ആലോചിക്കും, ഇവിടെ ഭയങ്കര ഇത് എനിക്കിട്ടുള്ള പാരയാണല്ലോ.
അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പുള്ളി നമ്മുടെ മാൻഡ്രസംസും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുള്ളി അതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇതിനു മുമ്പ് ഇറങ്ങിയത്. ഇതിന്റെ രണ്ടാമത്തെ റിലീസാണ് സിനിമ. ഇനി 1-2 വരാണ്ട് ഈ മാസം വരാനുണ്ട്. കുഴപ്പമില്ല, ക്യാരക്ടറാണ്, വലിയ ലെങ്തി ആയിട്ടുള്ള ക്യാരക്ടർ ഒന്നുമില്ല. അപ്പൊ ഇത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ക്യാരി ചെയ്യുന്നുള്ള ഒരു അവസരം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ട്രാവൽ ഫീൽഡിലായിരുന്നു. ട്രാവൽ പ്രൊഫഷണലാണ് ഞാൻ. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് പെർഫോം ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമകളൊക്കെ വീണ്ടും വരട്ടെ, നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. എല്ലാവർക്കും താങ്ക് യു. സിജിന് സന്തോഷം. ആ സിനിമയിൽ നിങ്ങൾ ഭയങ്കര മാനസിക അടുപ്പുള്ള ആൾക്കാരാണ്. ജീവിതത്തിലും ഞങ്ങളെ ഗ്രൂപ്പിലെ ഏറ്റവും സബ് ഗ്രൂപ്പാണ്. മറ്റേതൊക്കെ മനസ്സിൽ മറ്റേ ഈ പറയുന്ന പോലെ അവിടെ പോയി നോക്കുക, ആരും പൈസ ഇടുന്നില്ലെങ്കിൽ നമ്മളൊരു കുപ്പി വാങ്ങും, നമ്മൾ റൂമിൽ നിന്ന് അടിക്കും എന്ന് പറയുന്ന നിലപാട് തന്നെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന രണ്ടുപേരാണ്. അത് കുറച്ചുകൂടി കൂട്ടി ചെയ്തിട്ടുണ്ട് അതിനകത്ത്, ഏകദേശം അത്രേ ഉള്ളൂ. ഇത് ഭയങ്കര സ്നേഹമുള്ള ഗ്രൂപ്പിൽ തന്നെ ഭയങ്കര അടുപ്പുള്ള രണ്ടുപേർ. പിന്നെ ആ സിനിമയുടെ കഥാപാത്രവും ജീവിതത്തിലെ കഥാപാത്രവും തമ്മിൽ വിനയ പറഞ്ഞ പോലെ അല്ലാതെ ബന്ധമുണ്ടോ? ഇല്ല, അങ്ങനെ അത് ഇവര് കുറച്ചും കൂടെ ഇങ്ങനെ ഈ മൊത്തത്തിൽ ഭയങ്കര ജെനുവിനായിട്ടുള്ള ആളുകളാട്ടോ. ഇതിൽ ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ പ്രാക്ടിക്കലി അല്ലെങ്കിൽ സൊസൈറ്റി കറപ്റ്റഡ് ആക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കറപ്റ്റഡ് ഒക്കെ ആയത് ഞാനൊക്കെ ആയിരിക്കും. ബാക്കി ഒട്ടുമിക്ക ആളുകളും ഒരു 75% ആളുകളും എക്സ്ട്രീംലി ജെനുവിൻ ആയിട്ടുള്ള ഭയങ്കര നല്ല മനസ്സുള്ള മനുഷ്യരാണ്. ഇവനല്ല, ഇങ്ങനെ മെജോറിറ്റി ആളുകൾ അങ്ങനെ ഭയങ്കര റോ ആയിട്ടുള്ള. അതുകൊണ്ട് തന്നെ ഷാജു ചേട്ടൻ്റെ ക്യാരക്ടറിനെ പുറത്തുനിന്ന് ഒരു ആക്ടർ, അപ്പൊ എനിക്ക് റെഫറൻസ് 3-4 പേരെ തന്നു. അതിൽ 4 പേരിൽ ഷാജു ചേട്ടൻ്റെ പേരുണ്ട്. ഞാൻ അപ്പൊ തന്നെ 3 ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. ആനന്ദിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ശരിയാവില്ല, മറ്റൊന്നും ശരിയാവില്ലേ, ഞാൻ ഇപ്പൊ വിളിക്കാന്ന്. സെക്കൻഡ് ഷാജു ചേട്ടനെ വിളിച്ചിട്ട് പരിപാടി ലോക്ക് ചെയ്തു. കാര്യം എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഷാജു ചേട്ടൻ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഇവരെ ഒരു തരത്തിലും ബീങ് എ പെർഫോമേഴ്സ് ഇപ്പൊ ആനന്ദും ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് ഇവരുടെ മാക്സ് ഔട്ട് പുറത്തേക്ക് ഇറക്കാണ്. അപ്പോൾ ഇവരെ നമ്മൾ പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സിനിമയില്. കംഫർട്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നന്നായത് വിനയ് ഫോർട്ട് നന്നായിരുന്നു. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര ചൊറിയന്മാരാ, കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരായിരുന്നു സിനിമയില്. അല്ല, ആനന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചൊറിയൻ കഥാപാത്രം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയാണ് പ്ലേ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സന്തോഷം. അതിങ്ങനെ വേറൊരാൾ പറഞ്ഞ് കേൾക്കുമ്പോഴാണ്. ഞാൻ ആദ്യത്തെ സിനിമ ഋതുവാണ്. ഋതു ചെയ്യുമ്പോ എന്റെ കാറില്ല, അമ്മേനൊക്കെ തിയേറ്ററിൽ കൊണ്ടുപോകാൻ. എന്റെ സിജിന് അന്നൊരു മാരുതി കാർ, AC ഒന്നും ഇല്ല അല്ലേ. അതെടുത്തിട്ട് അമ്മേനെയും അച്ഛനുണ്ടായിരുന്നു. അമ്മ അച്ഛൻ ഞാൻ ഇവനെ കൂടി തിയേറ്ററിൽ വന്നിട്ട് പടം കണ്ട് പോയി. അപ്പൊ ആ സമയം മുതലുള്ള ഒരു ആത്മബന്ധം നമുക്ക്. ഇപ്പൊ എന്റെ ഉള്ളിലുള്ള ഒരു ചോദ്യം എപ്പോഴും, അതായത് ഇവരൊക്കെ ഇത്ര നല്ല പെർഫോമൻസ് ആയിട്ട് ഇവര് ആഗ്രഹിക്കാത്തതുമല്ല, ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാന്ന് പറയുന്നത് ഇവരുടെ ഇഷ്ടമാണ്. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഈ പുള്ളി പറയണ്ടായി 10-31 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന്. അപ്പൊ അത്രക്ക് തീവ്രമായിട്ട് ഇവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് ഇവർ ഇത്രത്തോളം കഴിവുള്ള ആളുകളാണ് നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് എന്തുകൊണ്ടൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യപ്പെടുമായിരുന്നു. കാര്യം എത്രയോ പൊട്ടപ്പടങ്ങൾക്ക് പ്രൊഡ്യൂസറൊക്കെ ആയിട്ട് നമ്മൾ അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. എനിക്കൊരു ഇലക്ട്രിക്കൽ സർവീസർ ഉണ്ട് തൃപ്പൂണിത്തുറയിൽ. അതാണ് എൻ്റെ ജീവിതമാർഗം. അത് വെച്ചിട്ട് മോട്ടോർ വൈൻഡിങ് അങ്ങനെ പറഞ്ഞൂടെ. സർവീസ് സെൻ്ററാണ് എല്ലാം ചെയ്യുക. ഗ്ലാമറിന് വേണ്ടി സർവീസ് അല്ല, അത് സർവീസ് സെൻ്റർ എന്നാണ് അർത്ഥം. സന്തോഷേട്ടനോ? പച്ചക്കറി കടയാണ്. പച്ചക്കറി കടയുണ്ട്, ഒരു എന്തോ ലേഡീസിന്റെ നൈറ്റ് ഒക്കെ തയ്ക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്, പിന്നെ 4 ഓട്ടോ ഉണ്ട്, സ്ഥലങ്ങളുണ്ട്, ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പോൾ പച്ചക്കറി കടയിൽ പോകണല്ലോ, അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫാദർ കടയായിരിക്കും, അല്ലാത്ത സമയത്ത് വണ്ടി ഓടിക്കും. ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം ഈ പറയുന്ന നൈറ്റ് പരിപാടിയൊക്കെ പോയി. പിന്നെ നിർത്തുമല്ല, ഇതായി പോയി. ഇവനും എന്റെ ഭാര്യ കൂടി സൂര്യ തയ്ക്കുന്ന ആളാണ്. അപ്പൊ ആ ഒരു ബന്ധമാണ് തമ്മിൽ. അതാണ് ബന്ധം. കാരണം അവിടെ ജോലി ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാമെന്ന്. ഒരു കാര്യം പറയാം, ഈ സൗഹൃദം വലിയ കുഴപ്പമില്ലാണ്ട് പോവുകയാണ്. ചിലരിങ്ങനെ ഈ വേഷം തിരഞ്ഞെടുക്കുന്ന കാരണമുണ്ടോ? ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഇട്ടൊന്നും ഇത് എന്റെ മോൻ പറഞ്ഞിട്ടുണ്ടോ? അതെയോ?
എനിക്ക് ഞാൻ ആലോചിച്ചു ഇങ്ങനെ പോകുമ്പോൾ മിക്കവാറും ഇവിടെ വരുമ്പോഴത്തെ അവസ്ഥയൊക്കെ ഞാൻ ആലോചിച്ചിറങ്ങുന്നത്. കണ്ടോ അത് കണ്ടില്ലേ, എന്തിനാന്ന് പിന്നെ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ ഞാൻ ആലോചിച്ചു. അപ്പൊ അവൻ പറഞ്ഞു ഇതിട്ടാ മതി എന്ന് പറഞ്ഞു. വിനയ് കൂടുതലും ബ്ലാക്ക് ആണ് ഉപയോഗിക്കുക. അല്ല പക്ഷെ ഞാൻ നമ്മൾ നേരത്തെ കാണുമ്പോഴായിരിക്കും ബ്ലാക്ക്. അന്ന് സിനിമയുടെ പ്രിവ്യൂവിന്റെ അന്ന് ബ്ലാക്ക് ആയിരുന്നു. അത് റിലീസ് ഇനി ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് കാണുമ്പോഴാണ്. ഞാൻ ഷെമിന്റെ അവിടെ വന്നപ്പോഴും അന്ന് ബ്ലാക്ക് ആയിരുന്നു. അതെ. അപ്പൊ ചേട്ടന്മാരെ നിങ്ങൾക്ക് നല്ല സിനിമകൾ കിട്ടട്ടെ. ഈ ആട്ടം ഒരുപാട് പേര് കണ്ടിട്ട് വിളിക്കട്ടെ. കുഴപ്പമില്ല, നല്ലതാണ്. പടം സൂപ്പർ ഹിറ്റ് ആവുന്ന ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കും. അതെ, വേഗം കോൾ എടുത്തു. ആ സന്തോഷം ഇന്നായിരിക്കും കൂടുതൽ കിട്ടുക. ഇല്ല, തൃപ്പൂണിത്ത് സെൻട്രൽ ടിക്കറ്റ് ഇല്ല, എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാൻ ആണല്ലേ? അത് വളരെ സന്തോഷമുള്ള വാക്കുകൾ. അതെ. ലോകധർമ്മിയുടെ റിഹേഴ്സൽ നടക്കുന്ന ഇവിടെ അല്ലേ? ഇവിടെ ലോകധർമ്മി വന്ന ശേഷം വിനയ് അത്ര സജീവമല്ല. ഞാൻ വർക്ക്ഷോപ്പ് ചെയ്യാൻ വരാറുണ്ട് ഇവിടെ വരാറുണ്ട്. ഞായറാഴ്ചകളിൽ കുട്ടികൾക്കും അല്ലെങ്കിൽ ഞായറാഴ്ച ഇവിടെ സൺഡേ ക്യാമ്പുകൾ ഉണ്ടാവും, ആക്ടിങ് വർക്ക്ഷോപ്സ് ഉണ്ടാവും. ആ സമയത്ത് ഞാൻ വർക്ക്ഷോപ്പ് ചെയ്യാൻ വരാറുണ്ട്. പ്ലേ ഒന്നും അങ്ങനെ ഇത് ഞാൻ സിനിമയിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയിട്ട് വന്നതാണ്. ഈ സിനിമയിൽ വന്നതിന് ശേഷം നാടകം സജീവമായിട്ട് കൊണ്ടുപോകാൻ പറ്റാറില്ല. ഞാൻ അവസാനം ചെയ്ത നാടകം 2 അന്ത്യരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് രമേശ് വർമ്മ അദ്ദേഹത്തോടു കൂടിയാണ്. അവസാനം ഞാൻ ഈ പ്രശാന്ത് നാരായണൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിട്ട് ഒരു നാടകത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ചെയ്യാൻ പറ്റില്ല. ഒരു 5 വർഷത്തെ ഈ ലോകധർമ്മിയിലുള്ള ഈ ട്രെയിനിങ്ങും എൻ്റെ തിയേറ്റർ ലൈഫും കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരിൽ ഒരാളാണ് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പൊ എനിക്ക് ഈ ഒരു എൻ്റെ ഇവിടത്തെ ഒരു എഡ്യൂക്കേഷനും എൻ്റെ ഒരു ആർട്ട് ലൈഫുമാണ് എന്നെ അതിന് പ്രിപ്പയർ ചെയ്തത്. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നു, ബാക്കിയുള്ള സിനിമാക്കാരി സംഭവിക്കുന്നത്. അപ്പൊ ആ നിമിഷം മുതല് ആ സമയം മുതലുള്ള സൗഹൃദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്ര ശക്തമായിട്ടുള്ള ബന്ധം എനിക്ക് സിനിമയിലില്ല. ഇതൊക്കെ നമ്മൾ ചോദ്യങ്ങളാണ്. അപ്പൊ എന്തുകൊണ്ട് എന്നിൽപ്പെട്ട ആളുകൾക്ക്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് നമുക്ക് എങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആലോചനയാണ് അവസാനം ആട്ടത്തിൽ പരിണമിച്ചതുതും അത് ഇത്ര മനോഹരമായിട്ട് എൻഡ് ചെയ്തു എന്ന് പറയുന്ന പോലെ. ഇവർക്കൊരു ലോഞ്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇവരുടെ കഴിവ് ഷോക്കേസ് ചെയ്യാനൊരു സ്പേസ് ഉണ്ടാക്കുക എന്നുള്ള ആലോചനയുടെ പുറത്ത് മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ അല്ലേ? അതാണ് ഒരു സൗഹൃദത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ്സും. സൗഹൃദത്തിന്റെ അപ്പുറത്തേക്ക് ഇതെല്ലാം വന്ന് ചേരേണ്ടതാണ്. പ്രൊഡ്യൂസറാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഞങ്ങള് ഇതിന്റെ ഒരു പൈലറ്റ്, ഞാൻ പറഞ്ഞ ആനന്ദിന്റെ ലീഡർഷിപ്പ് സ്കില്ലാണ് എനിക്ക് എപ്പോഴും ഞാൻ ഇംപ്രസ്ഡ് ആയിട്ടുള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പിന്നെ ഇതിപ്പോ പ്രധാനപ്പെട്ട 9 ആളുകൾ നിങ്ങൾ ഒഴിച്ച് പുതിയ ആളുകളാവുമ്പോൾ ഒരു പ്രൊഡ്യൂസർ വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ ആസ് എ ഫിലിം മേക്കർ എന്നൊരാൾ വിശ്വസിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പൈലറ്റ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവൻ 16 പേജുള്ള ഒരു സീൻ എഴുതി. എന്നിട്ട് ആ സീൻ ഇവന്റെ ഫ്രണ്ട് ഉണ്ട് ആശ എന്ന് പറഞ്ഞിട്ട്, അവള് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. ആനന്ദ് സി ചന്ദ്രനാ വന്ന് ഷൂട്ട് ചെയ്തത്, പ്രേമോക്ക് ഷൂട്ട് ചെയ്തു, ആനന്ദ് ഷൂട്ട് ചെയ്തു. ഇവരങ്ങനെ ഒരു പൈലറ്റ് ഉണ്ടാക്കി. ഞാൻ വേറൊരു സിനിമയിൽ ഞാൻ നായകനായിരുന്നു. ആ സിനിമ റീസെന്റ് വരികയും ചെയ്തു. ഇവര് തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്, ജോയ് മൂവീസ് പ്രൊഡക്ഷൻ. അപ്പൊ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിനയ് പ്രൊജക്ട് ഓൺ ആയിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചു, ഞാൻ പ്രൊഡ്യൂസർ ആരാണ്? അപ്പൊ ഇന്ന് ഡോക്ടർ അജിത് ജോയ് എന്നുണ്ട്, ഭയങ്കര ഒരു ആർട്ട് ലവറാണ്, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളാണ്. പുള്ളി പലതരം സിനിമകൾ, പുള്ളി ഇവൻ പ്രൊഡ്യൂസിങ് ഡോക്യുമെന്ററി. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ ഒരു ഗംഭീര കോൺസെപ്റ്റ് ഉണ്ട്, എനിക്കത് പിച്ച് ചെയ്യണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റും? പുള്ളി പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് വന്നു, ഞാൻ മീറ്റിംഗ് സെറ്റ് ചെയ്യാം. പ്രദീപ് മേനോൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ആനന്ദും കൂടെ 2 ദിവസം കഴിഞ്ഞിട്ട് പോവുകയാണ്. സാറിനോട് പൈലറ്റ് കാണിച്ചു, ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന പൈലറ്റ് കാണിച്ച് ഒരു 10 മിനിറ്റ് ഇതിൻ്റെ ഒരു കോണ്ടന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചോദിച്ചു, പിന്നെ എത്ര ബഡ്ജറ്റ് ആവും എന്ന് ചോദിച്ചു. ഞങ്ങൾ റീസണബിൾ ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളും പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്ര ദിവസം റിഹേഴ്സൽ ചെയ്യണം, മൾട്ടി ക്യാം വേണം, സിംഗ് സൗണ്ട് വേണം, ഇതൊക്കെ പറഞ്ഞു. പുള്ളി ചോദിച്ചാൽ എല്ലാം കൂടി എത്ര രൂപ ബഡ്ജറ്റ് ആവും, എപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റും? പ്രൊജക്ട് ഓൺ ആയി. ഈ ഡോക്ടർ അജിത് ജോയ് എന്ന് പറഞ്ഞ ഒരാളാണ് ഒരു ഇൻഡിപെൻഡന്റ് സിനിമയായി അവശേഷിക്കേണ്ടിയിരുന്ന ഈ സിനിമയെ ഇത്ര ഹൈ ടെക്നിക്കൽ ക്വാളിറ്റിയിലുള്ള ഒരു പ്രൊഫഷണൽ സിനിമയാക്കിയത് ഡോക്ടർ അജിത് ജോയ് ആണ്. ഈ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് വലിയൊരു കമേഴ്ഷ്യൽ സിനിമ മാർക്കറ്റ് ചെയ്യുന്ന ബഡ്ജറ്റിലാണ്. ഇത്ര അധികം ഫെസ്റ്റിവലിൽ എൻറ്റയർ ആക്ടേഴ്സിനെ പുള്ളി കൊണ്ടുപോയി താമസിപ്പിച്ച് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്തിട്ട് തിരികെ കൊണ്ടുവന്നു. അത്രക്ക് നന്മയുള്ള അല്ലെങ്കിൽ അത്രക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഞങ്ങളിൽപ്പെട്ട ഒരാളെ പോലെ വർക്ക് ചെയ്ത ഒരാളാണ്. ഞങ്ങളോട് ഈ മൊമെന്റ് വരെ ഒരു കാര്യത്തിന് പുള്ളി നോ പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ സിനിമ കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആകുന്നത് എൻ്റെ 9 സുഹൃത്തുക്കളുടെ ലോഞ്ചിന്റെ അപ്പുറത്തേക്ക് ഇത്ര നന്മയുള്ള, ഇങ്ങനെ സിനിമയെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കൂടെ നിന്ന ഒരാളുടെ
അയാൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവുമ്പോഴാണ് ഞങ്ങളെപ്പോലെ ഡിസർവിംഗ് ആയിട്ടുള്ള വേറൊരു ഗ്രൂപ്പിന് ഇതേപോലുള്ള ഒരു അവസരം ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു നന്മയുടെ ഒരു ടുഗദർനെസ് ആണ് ഈ സിനിമ. അപ്പം അതിന്റെ നന്മ, അതിന്റെ വിജയം സിനിമയ്ക്ക് എന്തായാലും ഇനിയും ഉണ്ടാവും. ആ ദിവസം കഴിഞ്ഞു, വലിയ നല്ല റിപ്പോർട്ട്സ് ആണ്, പക്ഷെ ഇനി അത് തുടരും. അപ്പൊ സിനിമയ്ക്ക് എല്ലാ ആശംസകളും ആൻഡ് താങ്ക് യു സോ മച്ച്.